നമ്മളെ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? അജ്മാൻ KRCയിൽ എൻ്റെ മക്കളുണ്ട്. അവരെ കണ്ട കർത്താവിനെ പോലെ തന്നെയാ. That should be the testimony we should be able to live. അല്ലേ? സ്വർഗ്ഗനാട്ടിലെ പ്രിയൻ വീട്ടിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. പൈശാചിക ശക്തി പരാജയപ്പെടുമ്പോഴാണ് ഊമൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. പക്ഷപാതക്കാരനെ പക്ഷപാതക്കാരനാക്കിയ ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തി അവനിൽ നിന്ന് പോയപ്പോഴാണ് അവൻ എഴുന്നേറ്റ് നടന്നത്. ഇന്ന് ചിലത് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് ഇന്ന് നൽകും. ഭക്ഷണവും പാനീയവും ഇല്ലാത്ത ഒരു രാജ്യമാണ് ദൈവരാജ്യം. അവിടെ 3 കാര്യങ്ങളുണ്ട്: നീതി, സമാധാനം, സന്തോഷം. നീതി ആരാ? കർത്താവ് നമ്മുടെ നീതിയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്. അത് ലോകത്തിന് തരാൻ പറ്റുന്ന സന്തോഷം ഇത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ നിന്നെ വിളിച്ച ഒരു സമാധാനമുണ്ട്. അത് സ്വർഗീയ സമാധാനം, സന്തോഷം. ആത്മീയമായ ഒരു സന്തോഷമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ നിന്ന് വരുന്നതാണ്. പുറമേ നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നത് ഭക്ഷണവും പാനീയവും. എന്നാൽ അകമേ നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നതാണ് സ്വർഗരാജ്യം. നമ്മുടെ യുദ്ധം മുഴുവൻ ഈ ആത്മമണ്ഡലത്തിലായതുകൊണ്ട് കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ മതി. കർത്താവിന്റെ ബലത്തിൽ ആശ്രയിച്ചാൽ മതി. കർത്താവ് അതാ പറഞ്ഞ, നിന്റെ മുന്നിൽ നിൽക്കുന്ന മല പോലുള്ള പ്രതികൂലങ്ങളും മല പോലുള്ള പ്രശ്നങ്ങളും മാറിപ്പോണമെങ്കിൽ കർത്താവിൽ ആശ്രയിക്കണം. ആ പിശാചിനെ ക്രൂശിൽ തകർത്ത വിവരം, അവനെ നശിപ്പിച്ച വിവരം, രോഗത്തിന് മേൽ ഞാൻ, ഹല്ലേലൂയ, എല്ലാ രോഗത്തിന് മേലും രോഗശക്തിയുടെ മേലും ഞാൻ ജയം പ്രാപിച്ച കാര്യം, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് മേൽ ഞാൻ ജയം പ്രാപിച്ച കാര്യം, ഹല്ലേലൂയ, നിങ്ങളുടെ രോഗത്തിനു മേൽ, നിങ്ങളുടെ സാമ്പത്തികത്തിനു മേൽ നിങ്ങളെ നശിപ്പിച്ച ആ ശക്തി ഞാൻ തിരിച്ചു പിടിച്ചു. ഈ കാര്യം നിങ്ങൾ ലോകത്ത് മുഴുവൻ പോയി പറയണം.